നമസ്കാരം. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്ത് തുടരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം, എങ്ങനെയും അധികാരത്തിൽ തിരിച്ചെത്തുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇക്കുറി കൂടി UDF പരാജയപ്പെടുകയാണെങ്കിൽ അത് UDF എന്ന മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുമെന്ന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. മുൻകാലങ്ങളിലൊക്കെ തന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വ്യക്തിഗതമായി നേതാക്കന്മാരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കും അനുസരിച്ചാണ് പലപ്പോഴും പല കാര്യങ്ങളും അവിടെ നടന്നിരുന്നത് എങ്കിൽ ഇക്കുറി കുറച്ചുകൂടി പ്രൊഫഷണലായ രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരാണ്. അവർക്ക് ശക്തമായ കെട്ടുറപ്പുള്ളൊരു പ്രസ്ഥാനം അവരുടെ കൈവശമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കൊന്നും ഭയപ്പെടേണ്ടത്. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് ഒരു അടിത്തറ ഉള്ള പാർട്ടിയാണെന്ന് തീർത്തും പറയാൻ കഴിയില്ല. ഇതൊരു ആൾക്കൂട്ടമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പോലും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി വലിയ തയ്യാറെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സമിതികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയുടെ അധ്യക്ഷനായി രമേശ് ചെന്നിത്തലയെ AICC നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും സീനിയറായ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. 1982 അദ്ദേഹം MLA ആയ ആളാണ്. 86 കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി, 28ാമത്തെ 29ാമത്തെ വയസ്സിൽ മന്ത്രിയായ വ്യക്തി കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം പിന്നീട് പാർലമെൻറ്റിലേക്ക് 1989 പോവുകയും വിവിധ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതല വയ്ക്കുകയും ഉത്തരേന്ത്യയിലൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായ ഇടപെടൽ നടത്തുകയും ചെയ്ത ഒരാളാണ്. രമേശ് ചെന്നിത്തലയുടെ അനുഭവ സമ്പത്ത് എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഘടകം ഇതേവരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ള ചോദ്യങ്ങൾ നാലുപാടും ഉയരുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ വളരെ സുപ്രധാനമായ ഒരു പദവി ഏൽപ്പിക്കാനുള്ള നിയോഗം അത് AICC ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ NSSനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പൊരിക്കൽ താക്കോൽ സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അവർ വല്ലാതെ വെട്ടിലായിരുന്നു. അതിൻ്റെ പേരിൽ പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരുപാട് രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നൊരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നിട്ടുണ്ട്. ഏതായാലും NSSനെയും തൃപ്തിപ്പെടുത്താൻ ഒരുപക്ഷെ ഈ ഒരു നിയോഗം അതിന് കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ സമിതിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട അംഗം ശശി തരൂരാണ്. പുതിയ തലമുറ ചെറുപ്പക്കാരെ ആകർഷിക്കാനും അതുപോലെ നിഷ്പക്ഷരായ ആളുകളെയൊക്കെ തന്നെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനുമൊക്കെ ശശി തരൂരിനെ പോലെയുള്ള ഒരു വളരെ മിടുക്കനായ ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണ്. ഒപ്പം ഷാഫി പറമ്പിലും ഈ കമ്മിറ്റിയിലുണ്ട്. ഷാഫി പറമ്പിലും ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഒരു ത്രിമൂർത്തികളായി അതിഗംഭീരമായി തന്നെ ഈ പാർട്ടിയുടെ പ്രചരണ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്രയോ തിരഞ്ഞെടുപ്പുകൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചുമതല വഹിച്ചിരുന്ന ആളാണ്. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ സംഘാടന വഹിച്ചിരുന്ന ഒരാളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു അനുഭവ സമ്പത്തും അദ്ദേഹത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പുകൾ നേരിട്ടുള്ള ആ ഒരു പരിചയമൊക്കെ തന്നെ അത് വലിയ തോതിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി ഹൈക്കമാൻഡ് കരുതുന്നത്. അതുപോലെ പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ബെന്നി ബെഹനാനെയാണ്. ബെന്നി ബെഹനാൻ പാർട്ടിയുടെ അതിശക്തനായ ഒരു നേതാവാണ്. ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായിരുന്ന ഒരു അനുയായിയായിരുന്നു ബെന്നി ബെഹനാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരെയും പണക്കാതിരിക്കാൻ ഒരുപക്ഷെ ബെന്നി ബെഹനാൻ്റെ ഈ ഒരു നിയോഗം ഏറെ സഹായകരമാകും. കൊടിക്കുന്നിൽ സുരേഷ് ഈ സമിതിയിലുണ്ട്. മാത്രമല്ല ഈ പ്രചാരണ സമിതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം യുവ നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. റോജിയും ജോൺ ഉൾപ്പെടെയുള്ള പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ CR മഹേഷ് അങ്ങനെ നിരവധി പേർ ഈ സമിതിയിലെ അംഗങ്ങളാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ഒരു പുതിയ ലോകത്തേക്കുള്ള കാൽവയ്പ്പിനായി പുതിയ തലമുറയെ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് ഇവരിൽ നിന്ന് കൂടി അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സമിതിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന കാര്യത്തിലും വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ഇക്കുറി കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത്. കാരണം ന്യൂജൻ ആളുകൾ, അതായത് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെ ആകർഷിക്കണമെങ്കിൽ വെറും വാഗ്ദാനം നൽകിയാൽ പോരാ. കൃത്യമായി അവർക്ക് വികസനം എന്താണ്, ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യകത അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ അതിൽ പ്രധാനമായും പുതിയ തലമുറയെ യുവതലമുറയെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ അതിൽ കാണും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രകടന പത്രിക തയ്യാറാക്കുകയും അത് വെറും ഒരു ചടങ്ങായി മാത്രം മാറുകയും ചെയ്യുക. ആളുകൾ ഇതിലൊന്നും വിശ്വസിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് വെറും ഒരു ചടങ്ങായി മാറുകയും ആളുകൾ ഇതിലൊന്നും തന്നെ വിശ്വാസമില്ല. ഇത് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവർ തയ്യാറാക്കുന്ന ഒരു തട്ടിക്കൂട്ട് സാധനമാണെന്നുള്ള ചിന്ത ആളുകൾക്കിടയിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് മാറ്റി കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം പ്രകടന പത്രിക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കൂടുതൽ വോട്ടുകൾ നേടാൻ സഹായിക്കുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് മത്സരിക്കുകയാണ് എങ്കിൽ അദ്ദേഹം KPC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ KPC പ്രസിഡന്റിനെ കണ്ടെത്തേണ്ട ആവശ്യവുമുണ്ട്. നേരത്തെ ആൻ്റോ പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ അദ്ദേഹം നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ
എൻ രാജു നടത്തിയ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനുള്ള സാധ്യത കുറയുകയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ബെന്നി ബെഹനാൻ ആ സ്ഥാനത്തേക്ക് എത്തും എന്നും കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സമൂലമായ ഒരു വലിയ മാറ്റത്തിന് തന്നെയാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വഴിവെക്കുന്നത് എന്ന് വേണം കരുതാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ചെറുപ്പക്കാർക്ക്, പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക്, ഒപ്പം തന്നെ സമൂഹത്തിലെ ഏറെ ശ്രദ്ധേയരായ രാഷ്ട്രീയ ബന്ധം അങ്ങനെ അധികം ഇല്ലാത്ത പലരെയും സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യവും അവർ പരിഗണനയിലാണ്. സിനിമാ താരങ്ങൾ, കായിക താരങ്ങൾ തുടങ്ങി നിരവധി പേരെ രംഗത്തെത്താനും അവർ ഇക്കുറി ശ്രമിക്കുന്നുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ ഈ ഒരു നിയോഗം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. രമേശ് ചെന്നിത്തലയുടെ അനുഭവ പാടവം തങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നത്.